എൻ്റെ സഹോദരങ്ങളെ, ഇത് ആത്മപകർച്ചയുടെ കാലമാണ്. ദാഹിക്കുകയും തന്നോട് ചോദിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ പകർച്ചയുണ്ടാകുന്ന കൃപയുടെ സമയം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് ലോകം മുഴുവനിലും വെളിപ്പെടുന്ന അന്ത്യകാല ഉണർവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ഫൈനൽ ഹാർവെസ്റ്റിനായി, ഒരു അന്ത്യകാല കൊയ്ത്തിനായി തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന കൊയ്ത്തുകാലത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈ വലിയ കൊയ്ത്ത്, സമൃദ്ധമായി വിളവെടുപ്പ് കർത്താവിന് വേണ്ടി നമുക്ക് കൊയ്തെടുക്കണമെങ്കിൽ നമ്മുടെ മാനുഷിക കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അധ്വാനം കൊണ്ടോ മാത്രം സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം സംഭവിക്കണം. ആത്മാവ് തന്നെ സഭയെ റിവൈവ് ചെയ്യണം, ഉണർത്തണം. ലോകരാജ്യങ്ങളിലും ജനപദങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ റിവൈവലിൻ്റെ കാറ്റ് വീശി അടിക്കണം. നമ്മളിന്നത് കണ്ടുകൊണ്ടിരിക്കുക. അനേകം രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവിന് ശക്തമായ ഉണർവുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ, പതിനായിരങ്ങളാണ് കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അവിചാരിതമല്ല, ഇത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ഒരു ഫൈനൽ ഹാർവെസ്റ്റിനു വേണ്ടി, ഒരു സമൃദ്ധമായ വിളവെടുപ്പിലേക്ക് തൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന കൃപയുടെ പ്രവർത്തനമാണ് നമുക്കിപ്പോൾ രാജ്യങ്ങളിലും ദേശങ്ങളിലും കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:17. നമുക്ക് ഒത്തിരി ഉത്സാഹത്തോടെ വചനം വായിക്കാം. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ, എല്ലാവരും ഉച്ചത്തിൽ അവനെ നേറ്റു പറഞ്ഞ്, എല്ലാ മനുഷ്യരുടെയും മേൽ, എല്ലാ മനുഷ്യരുടെയും മേൽ, എല്ലാ മനുഷ്യരുടെയും മേൽ, എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാ ജനപദങ്ങളിലേക്കും പരിശുദ്ധാത്മ വർഷമുണ്ടാകുമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമുക്കൊരു പ്രവചന ദൂത് തരികയാണ്. പ്രൊഫസി. എല്ലാ മനുഷ്യരിലേക്കും പരിശുദ്ധാത്മ വർഷിക്കപ്പെടും. ആരെല്ലാം ആത്മാവിനായി ദാഹിക്കുന്നുവോ, ആത്മസാന്നിധ്യത്തിനായി ചോദിക്കുന്നുവോ, അവരിലേക്കെല്ലാം ശക്തമായ ആത്മപകർച്ചയുണ്ടാകും. സഹോദരങ്ങളെ, ഇത് ആത്മപകർച്ചയുടെ സമയമാണ്. നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മ പൂരിതമാക്കും. കുടുംബങ്ങളെ ഓർത്ത് ആരും അസ്വസ്ഥരാകേണ്ട സഹോദരങ്ങളെ. നമ്മുടെ കുടുംബത്തിൽ പല തകർച്ചകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പല കുടുംബങ്ങളിൽ നിസ്സാര കാര്യങ്ങളെ പ്രതി കലഹങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, വിട്ടൊഴിയാത്ത ചില കുടുംബ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അതിലേക്ക് നോക്കി നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ കുടുംബത്തിന് ചില സ്ഥിതികൾക്ക് കർത്താവ് മാറ്റം വരുത്താൻ പോവുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ പോവുക. നമ്മുടെ കുടുംബങ്ങൾ ആത്മാവിൽ നവീകരിക്കപ്പെടാൻ പോവുക. നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിനാൽ പുതുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യെസ്, അനേകം കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ആ വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ വർഷം ഈ തലമുറയിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. ഈ പ്രവചന ദൂത് ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർ ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും കർത്താവ് ആവർത്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:18 എല്ലാവരുടെ മേൽ ആത്മാവിനെ വർഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്പെസിഫിക്കായി, കൃത്യമായി വീണ്ടും പരിശുദ്ധാത്മ പറയുകയാണ്, എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കും. എല്ലാവരുടെ മേൽ വർഷം കഴിഞ്ഞ് പിന്നെ തൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച്, ദൈവവചനം ജീവിക്കുന്നവരുടെ മേൽ ഒരു പകർച്ചയുണ്ടാവും. എൻ്റെ സഹോദരങ്ങളെ, ഇത് ഈ നാളുകളിൽ സംഭവിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, പരിശുദ്ധാത്മ നൽകുന്ന വചനത്തെ മാനിക്കുന്ന, ആദരിക്കുന്ന ജീവിതങ്ങളിൽ ശക്തമായൊരു ആത്മപകർച്ചയുണ്ടാകും. ഇത് സ്വർഗത്തിൻ്റെ പ്രവചനമാണ്. ഈ നാളുകളിൽ ഇത് സംഭവിക്കുക സഹോദരങ്ങളെ.
ചില ജീവിതങ്ങളെ ശക്തമായി കർത്താവിനെ എടുത്ത് ഉപയോഗിക്കുന്ന സഭയിൽ ചില മിനിസ്ട്രികളെ അതിശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വരും ദിനങ്ങളിൽ, വരും നാളുകളിൽ പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്തും. തൻ്റെ ദാസന്മാരുടെ മേൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. ഉന്നതമായ കൃപാവരങ്ങൾ അവരിലേക്ക് ചൊരിയപ്പെടും. അതിസ്വാഭാവിക കൃപകളാൽ അവരെ സമ്പന്നമാക്കും. തീനാവുള്ള ശുശ്രൂഷകരായി പരിശുദ്ധാത്മാവ് അവരെ അഭിഷേകം ചെയ്യും. സഹോദരങ്ങളെ, ഇത് കർത്താവിന്റെ സ്വപ്നമാണ്. ഇത് സംഭവിക്കാൻ പോകും ഈ നാളുകളിൽ. പതിരുകളെ കർത്താവ് പറപ്പിച്ചു കളയും. പതിരുകൾ പറന്നു പോകും. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ കർത്താവ് വേർതിരിക്കുകയാണ്. വിശ്വസ്തരായ ആത്മാക്കളെയും അവിശ്വസ്തരായ ആത്മാക്കളും, നെല്ലും പതിരും കളയും വിളയും വേർതിരിക്കുന്നത് പോലെ തനിക്കുള്ളവരെയും തനിക്കല്ലാത്തവരെയും കർത്താവ് വേർതിരിക്കും. മേൽത്തരം ഗോതമ്പ് തന്റെ അറപ്പുറയിൽ ശേഖരിക്കും. പതിരിനെ കെടാത്ത തീയിലിട്ട് ചുട്ടുകരിക്കും. കർത്താവ് കളം വെടിപ്പാക്കുന്ന സമയ വീശുമുറം കർത്താവിന്റെ കൈകളിലുണ്ട്. സഹോദരങ്ങളെ, വീശുമുറം കർത്താവിന്റെ കൈകളിലുണ്ട്. സകല പതിരുകളെയും കർത്താവ് പറപ്പിച്ചു കളയും. നമ്മൾ യുഗാന്ത സഭയിലാണ്. ഒരു അന്ത്യകാല ഉണർവിനായി പരിശുദ്ധാത്മാവ് തന്റെ സഭയെ സജ്ജമാക്കുന്ന കാലം. കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെ നവീകരിക്കുന്ന സമയം. സഹോദരങ്ങളെ, ഈ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞു വേണം ഈ കാലഘട്ടത്തിൽ സഭാമക്കള് ഏറെ വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും ദൈവവചന പ്രകാരവും സഭയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട്. ഇതൊരു പകർച്ചയുടെ സമയമാണ്. ശക്തമായൊരു ആത്മ പകർച്ച ദൈവം കൊടുക്കും. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ചുള്ള ദൃഷ്ടാന്തം കാണാൻ പറ്റും. ഇത് ഈ നാളുകളിൽ ലിറ്ററലി കർത്താവ് ചെയ്യാൻ പോവുക. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആരംഭിച്ചു കഴിഞ്ഞു. സംഖ്യായുടെ പുസ്തകം 11-ാം അധ്യായം, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, 24-25 വചനങ്ങൾ. മോശ പുറത്തു ചെന്ന് കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്നു. അതാണ് ഷെക്കേന ഗ്ലോറി. കർത്താവിന്റെ മേഘം ഷെക്കേനയാണ്. The glorious presence ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. മോശയുടെ മേൽ പകരപ്പെട്ട അഭിഷേകം ആ 70 നേതാക്കളിലേക്ക് കർത്താവ് പകർന്നു കൊടുക്കുക, ഇമ്പാർട്ട് ചെയ്യുകയാണ്. ഇതുപോലെ ഒരു ആത്മപകർച്ച കർത്താവിനായി ദാഹിക്കുന്ന, കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കുന്ന സമയം. കരമടിച്ച കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ശക്തമായ ആത്മപകർച്ചയോർത്ത് നന്ദി പറയുന്നു. സഹോദരങ്ങളെ, ജോയേൽ പ്രവചനം 2-ാം അധ്യായം 24-25 വചനത്തിൽ നമുക്കിത് കാണാൻ പറ്റും. എന്തിനാണ് ഈ പകർച്ച തരുന്നത്? ഈ പകർച്ച എന്തിനു വേണ്ടിയാ? അനേകം ആത്മാക്കളെ കർത്താവിനായി കൊയ്തെടുക്കുവാൻ. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. മെതിക്കളങ്ങളിൽ ധാന്യം. ഏതാണ് ഈ ധാന്യം? കർത്താവിന്റെ വചനമാണ്. ദൈവവചനത്തിന്റെ സമൃദ്ധി, ദൈവവചനത്തിന്റെ അഭിഷേകം ആഗ്രഹിക്കുന്ന, ചോദിക്കുന്ന തന്റെ വിശ്വസ്തരായ ജീവിതങ്ങളിലേക്ക് കർത്താവ് പകരുന്ന സമയം. കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ എണ്ണയും വീഞ്ഞും കവിഞ്ഞൊഴുകും. ഏതാണ് എണ്ണയും വീഞ്ഞും? അത് പരിശുദ്ധാത്മാഭിഷേകമാണ്. അനേകം ആത്മാക്കളെ കർത്താവിനായി കൊയ്തെടുക്കുവാൻ ഒരു ശക്തമായ അഭിഷേകത്തിന്റെ പകർച്ചയാൽ അനേകം മക്കളെ സ്വർഗം പൂരിതമാക്കുന്ന സമയം. വീണ്ടും 25-ാം വചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും.
വിളവുകൾ ഞാൻ തിരിച്ചു തരും. എല്ലാവരും ഒന്ന് ഒന്നിച്ചു പറഞ്ഞ്, വിളവുകൾ വിളവുകൾ ഞാൻ തിരിച്ചു തരും. ഞാൻ തിരിച്ചു തരും. നഷ്ടപ്പെട്ടു പോയ കൊയ്ത്ത്, നഷ്ടപ്പെട്ടു പോയി വിളവുകള്, അതെല്ലാം കൂടുതൽ കൂടുതൽ ഇരട്ടിയോടെ കർത്താവ് തിരിച്ചു തരുന്ന അഭിഷേകത്തിന്റെ നാളുകളാണിത്. എന്ന് പറഞ്ഞാൽ ഒരു സമൃദ്ധമായ വിളവെടുപ്പിലേക്ക്, ഒരു സമൃദ്ധമായ കൊയ്ത്തിലേക്ക് തൻ്റെ സഭയെ പരിശുദ്ധാത്മ നയിക്കുന്ന കൃപയുടെ സമയം. അതാണ് ഉണർവിൻ്റെ കാലം, അന്ത്യകാല ഉണർവിൻ്റെ സമയം. സഹോദരങ്ങളെ, നമ്മൾ പാടിയില്ലേ, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. ചേർന്ന് പാടി, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. ലോകത്തെ മുഴുവൻ പരിശുദ്ധാത്മാവ് ഉണർത്തുന്ന കാലം. എന്തിനു വേണ്ടി? നഷ്ടപ്പെട്ടു പോയ ഒരു സമൃദ്ധമായ വിളവെടുപ്പ്, ഒരു കൊയ്ത്ത് കാലത്തിനായി തന്റെ സഭയെ സജ്ജമാക്കുവാൻ, തന്റെ കുടുംബങ്ങളെ ഒരുക്കുവാൻ. അനേകം കുടുംബങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുന്ന സഭയിൽ, കുടുംബങ്ങളിലൂടെ ശക്തമായ ഇവാഞ്ചലൈസേഷൻ തന്റെ സഭയിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. ചില അൽമായ ശുശ്രൂഷകരിലൂടെ, ചില വന്യവൈദികരിലൂടെ വലിയ അളവിൽ ആത്മാ പ്രവർത്തിക്കും. എൻ്റെ സഹോദരങ്ങളെ, അതിനായി വില കൊടുക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവരിലൂടെയാണ് ഇനി പരിശുദ്ധാത്മ പ്രവർത്തിക്കുക. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കും. കർത്താവിൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ. ആരാണ് കർത്താവിൻ്റെ ദാസൻ? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ്, ദൈവവചനത്തിൽ ജീവിക്കുന്നവരാണ്, വചനം കാക്കുന്നവരാണ് കർത്താവിന്റെ ദാസന്മാരും ദാസിമാരും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു ആത്മപകർച്ച നമുക്ക് വേണം. നമ്മൾ ഈ ശുശ്രൂഷയുടെ ഈ സമാപന ദിനത്തിൽ 21-ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ശക്തമായ ആത്മപകർച്ചയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ, കർത്താവേ, ഒരു ശക്തമായ ആത്മപകർച്ച ഞങ്ങൾക്ക് നൽകണമേ, തിരുസഭയ്ക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഞാനും നിങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഈ പ്രാർത്ഥനകൾ പാഴായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. സഹോദരങ്ങളെ, 10,000 ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം തരും. ശക്തമായ പരിശുദ്ധാത്മ വർഷം തന്റെ സഭയിലും കുടുംബങ്ങളിലും ദേശങ്ങളിലും കർത്താവ് വെളിപ്പെടുത്തും. സ്തുതിക്കുന്നു. ഓ ജീസസ്. ചിലരുടെ മേൽ ശക്തമായ ഒരു പകർച്ച കർത്താവ് തരുന്നു, ഒരു അഭിഷേകം ഒഴുകപ്പെടുന്നു. ഇത് അനേകരെ തൊടുന്നു, ചില കെട്ടുകൾ പൊട്ടുന്നു, ചില കുടുംബങ്ങൾ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, അടയാളങ്ങൾ വെളിവാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സമയത്ത് സഹോദരങ്ങളെ? നമ്മൾ ഈ വചനം കേട്ടിങ്ങനെ പോയാൽ പോരാ. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3:8, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വചനം, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്കാണ് വീശുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എങ്ങോട്ട് വീശുന്നുവോ നാം അതിനോടൊപ്പം യാത്ര ചെയ്യുക. നമ്മൾ ആത്മാവിനോട് കൂടെ അധ്വാനിക്കുക. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യാത്ര ചെയ്യുക. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വ്യാപരിക്കുക. വലിയ റിസൾട്ടുകൾ ഉണ്ടാകും. നമ്മോട് ചേർന്ന് പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വലിയ ഫലങ്ങൾ ഉണ്ടാകും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ധാരാളം കൃപകൾ വെളിപ്പെടും. അനേകർക്ക് മാനസാന്തരമുണ്ടാകും. അനേകം വ്യക്തികൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഹോളി സ്പിരിറ്റ് ഇടവരുത്തും. സഹോദരങ്ങളെ, ഇത് സംഭവിക്കണമെങ്കിൽ കാറ്റ് പോകുന്നിടത്തേക്ക് നാമും കാറ്റിനോടൊപ്പം യാത്ര ചെയ്യണം.
പരിശുദ്ധാത്മാവിനോട് കൂടെ നമ്മൾ വ്യാപരിക്കണം. ആത്മാവിനോട് ചേർന്ന് നമ്മൾ നടക്കണം. ഫിലിപ്പോസും അപ്പോസ്തലപ്രവർത്തനത്തിൽ കാണുന്നുണ്ട്, ഫിലിപ്പോസ് ആത്മാവിനോട് ചേർന്ന് നടന്നു. പൗലോസ്ലീഗ, പത്രോസ്ലീഗ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടന്നപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ അസാധാരണമായ പ്രവർത്തികൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി. സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മിലൂടെ തൻ്റെ സഭയിൽ, ലോകത്തിൽ ഈ വിധം പ്രവർത്തിക്കുവാൻ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് സഹോദരങ്ങളെ. എന്താണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ? അപ്പോസ്തല പ്രവർത്തനം 2:40 നമ്മൾ കാണുന്നുണ്ട്. Acts chapter 2 verse 40. അപ്പോസ്തല പ്രവർത്തനം 2:40 എന്താ പറയുന്നത്? അവൻ മറ്റു പല വചനങ്ങളാൽ അവർക്ക് സാക്ഷ്യം നൽകി, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ദുഷിച്ച തലമുറ, സഹോദരങ്ങളെ, ദുഷിച്ച തലമുറ. നമ്മൾ ഓരോ ദിവസവും വാർത്ത, ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു സഹപാഠികൾ ചേർന്ന് തല്ലിക്കൊല്ലുന്നു. എന്റെ സഹോദരങ്ങൾ, എത്ര ദാരുണമായ അവസ്ഥകളാണ്! എന്തുമാത്രം കൊലപാതകങ്ങൾ നടക്കുന്നു! ഈ കഞ്ചാവും മയക്കുമരുന്നും MDയും അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വങ്ങള്, പാപമ്ലേച്ഛതകള്, വഴിവിട്ട ബന്ധങ്ങള്, ഇന്ന് വേണ്ട വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ ഇന്ന്. പരിശുദ്ധ വചനം പറയും, ദുഷിച്ച തലമുറ. ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന് ശക്തമായ പ്രവർത്തനം സംഭവിക്കണം സഹോദരങ്ങളെ. മനുഷ്യർക്ക് ഇത് സാധ്യമല്ല, നമുക്കിത് സാധ്യമല്ല. സഹായം ദൈവത്തിൽ നിന്ന് വരണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ജനത്തിന് മേൽ ആത്മാവ് ഇറങ്ങി വരണം. ജനമധ്യത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തനം പ്രകടമാകണം. അപ്പോഴാണ് ഈ തലമുറയ്ക്ക് മാറ്റം സംഭവിക്കുന്നത്, അനുതാപം ഉണ്ടാകുന്നത്, ഹൃദയകാഠിന്യം മാറിപ്പോകുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:17 എന്താണ് ഈശോ പറഞ്ഞത്? വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, വിശ്വാസമില്ലാത്ത വഴിപിഴച്ചുപോയൊരു തലമുറ. സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ തകർച്ചയാണ് നമ്മൾ ഇന്ന് ദേശങ്ങളിൽ കാണുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്നത്. ഇന്ന് ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ തകർച്ചയാ. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ എല്ലാവിധത്തിലുള്ള തിന്മകളും അക്രമങ്ങളും മ്ലേച്ഛതകളും അതുപോലെ വർദ്ധിച്ച് വരികയാണ്. വീണ്ടും പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്, 1 തിമോത്തി 4:2, മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യം. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയവരെ, എന്ത് ദുഷ്ടത ചെയ്യാനും, എത്ര വലിയ കഠിന പാപം ചെയ്യാനും, അക്രമം ചെയ്യാനും, എങ്ങനെ വേണമെങ്കിലും കൊല്ലാനും നശിപ്പിക്കുവാനും ഒരു മടിയില്ലാത്ത വണ്ണം മനസ്സാക്ഷി കരിഞ്ഞുപോയ ഒരു തലമുറ. നമ്മൾ ഒരുപാട് കണ്ണീരോടെ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ, മുട്ടുമടക്കി കൈവിരിക്കണം. മനസ്സാക്ഷി കരിഞ്ഞുപോയ ഒരു തലമുറ എന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. എന്താ ഈ തലമുറയ്ക്ക് ആവശ്യം? ഈ തലമുറയ്ക്ക് എന്താ ആവശ്യം? ആത്മപകർച്ചയാണ്, പരിശുദ്ധാത്മ പകർച്ചയാണ്, ആത്മാവിന്റെ അഭിഷേകമാണ്, ആത്മാവ് നൽകുന്ന നവീകരണമാണ് സഹോദരങ്ങളെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. ഞാൻ പരിശുദ്ധ വചനം വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രത്യാശയും സന്തോഷവും തോന്നി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യ വചനത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. 1-ാം അധ്യായം 1-2 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വ വചനം വായിച്ച്, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. രൂപരഹിതമായിരുന്ന, രൂപമില്ലാത്ത, ക്രമമില്ലാത്ത, പാഴായി കിടന്നിരുന്ന ശൂന്യമായ ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ഈ തള്ളക്കോഴി മുട്ടയ്ക്ക് അടങ്ങിയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് തന്റെ ജീവനും ചൂടും ശക്തിയും കൊടുത്ത് അതിന് രൂപം കൊടുക്കുകയാണ്, ക്രമം കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാവിധ അക്രമവും അനീതിയും തിന്മയും ദുഷിപ്പും മ്ലേച്ഛതയും നിറഞ്ഞ ഈ തലമുറയ്ക്ക് മാറ്റം വരണമെങ്കിൽ
പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പരിവർത്തനം ഉണ്ടാകണം. ഈ തലമുറയുടെ മേൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മപകർച്ചയുണ്ടാകണം. നമ്മുടെ ദേശങ്ങളിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകണം. നമ്മുടെ സഭയിൽ പരിശുദ്ധാത്മ പകർച്ചയുണ്ടാകണം. നമ്മുടെ തലമുറകളിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകണം. സഹോദരങ്ങൾ, അതിന് മാത്രമേ ഈ കൊടിയ പ്രതിസന്ധികളെ പരിഹരിക്കാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുകയാണ്, നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ, കുടുംബത്തിന് നിയോഗങ്ങൾ, നമ്മുടെ പൊതു ആവശ്യങ്ങൾ ആ യൂട്യൂബിലെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ നിയോഗങ്ങളും കൂടുതൽ സഭയെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനാ തീരുമാനങ്ങളും നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് ഈ തലമുറയുടെ മേൽ ശക്തമായ ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ 10,000 ഒന്നിച്ച് പ്രാർത്ഥിക്കുക. സഭയിൽ ശക്തമായ ആത്മപകർച്ചയുണ്ടാകട്ടെ. ദേശങ്ങളിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകട്ടെ. രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകട്ടെ. വലിയ ഉണർവിന്റെ കാറ്റ് ലോകം മുഴുവൻ വീശിയടിക്കട്ടെ. സാത്താൻ കോട്ടകൾ തകരട്ടെ. അവിശ്വാസത്തിന് കെട്ടുകൾ പൊട്ടട്ടെ. ലൈംഗിക രാജകത്വത്തിന് ബന്ധങ്ങൾ മാറട്ടെ. ജഡപാപങ്ങൾ ചിതറിപ്പോകട്ടെ. അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാവിധ തിന്മയുടെ ദുഷിപ്പിന്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ജനസ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ. ഈ തലമുറ വിമോചിക്കപ്പെടട്ടെ. പിശാചിന്റെ പിടികൾ പൊട്ടട്ടെ. ഇരുട്ടിന്റെ ശക്തിയിൽ വഴിമാറി പോകട്ടെ. ആത്മപകർച്ചയാലെ, പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ, ആത്മതീയാൽ ഈ തലമുറ ജ്വലിക്കട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, ഈ കാലഘട്ടത്തിന്റെ മേൽ ശക്തമായ ആത്മപകർച്ച നൽകണമേ. ആത്മാവിന്റെ പകർച്ച നൽകണമേ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ, കർത്താവേ, ശക്തമായൊരു പകർച്ച നൽകണമേ. ആത്മാവിന്റെ പകർച്ച നൽകണമേ. വചന പകർച്ച നൽകണമേ. ഈ തലമുറയെ ശുദ്ധീകരിക്കണമേ. എല്ലാവിധ പാപബന്ധനങ്ങളിൽ നിന്ന്, മയക്കമരുന്നുകളിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, ആക്രമണങ്ങളിൽ നിന്ന്, എല്ലാവിധ ദുഷിപ്പുകളിൽ നിന്ന് ഈ കാലഘട്ടത്തെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് കരങ്ങൾ അടിച്ചു പാടുന്നു. ഇത് ആത്മപകർച്ചയുടെ കാലം. ഇത് ആത്മപകർച്ചയുടെ കാലം. ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിച്ചേ. ആമേൻ, ആമേൻ. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. ആത്മാവേ, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. ഹല്ലേലൂയ. കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. വിശ്വസിച്ച് പാടുകേ. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. ഹല്ലേലൂയ. കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമാ, ഉണർവിൻ കാലമാ. പരിശുദ്ധാത്മാവേ, തലമുറയുടെ മേൽ വരണമേ. സഭയുടെ മേൽ വരണമേ. ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ആത്മാവേ വരണമേ. ഈ തലമുറയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി കരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ഒരു വലിയ പകർച്ച നൽകണം. ഒന്നിച്ച് വിളിച്ച പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ ഇവിടെ നമ്മൾ നിർത്തരുത്.
തുടർന്നും നമ്മൾ ശക്തമായ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി, ആത്മാവിന്റെ പകർച്ച നിങ്ങൾ സ്വപ്നം കാണണം. നമ്മുടെ ഹൃദയത്തിൽ അത് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് വലിയൊരു പകർച്ച വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയുന്നു. സഭ മുഴുവനും പരിശുദ്ധാത്മ പകർച്ചയുണ്ടാവും. സഭ ഉണർത്തപ്പെടും, നവീകരിക്കപ്പെടും. നമ്മുടെ സമൂഹങ്ങൾ ആത്മാവിൽ ഇതാ ശുദ്ധീകരിക്കപ്പെടുന്നു, ആത്മാവിൽ പുതുക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ഈ ഒരു ദർശനം നമുക്കുണ്ടാകണം. ഇത് ആത്മപകർച്ചയുടെ കാലമാണ്. ആത്മപകർച്ചയുടെ കാലം, പരിശുദ്ധാത്മ പ്രവർത്തനത്തിന്റെ സമയം. യുഗാന്ത സഭയെ ആത്മാവ് നവീകരിക്കുന്ന, ശക്തിയോടെ ഉണർത്തുന്ന സമയം. ഒരു സമൃദ്ധമായ വിളവെടുപ്പിന് നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 10,000 ഈ ഒറ്റ ലക്ഷ്യത്തോടെ, കർത്താവേ, ശക്തമായൊരു ആത്മപകർച്ച ഞങ്ങൾക്ക് നൽകണമേ, ഈ തലമുറയ്ക്ക് നൽകണമേ, തിരുസഭയ്ക്ക് നൽകണമേ. ആത്മാർത്ഥമായി സത്യസന്ധമായി നമ്മൾ വിശ്വസ്തയോടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? സഹോദരങ്ങൾ, എന്താ സംഭവിക്കുക? യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 3-ാം വചനം, പ്രത്യാശയുടെ വചനം വായിച്ചേ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതി, വരണ്ട ഭൂമിയിൽ ജലം, ഉണങ്ങിയ നിലത്ത് അരുവികള്. ഡ്രൈ ആയി കിടക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ, സമൂഹങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ. ഇന്ന് ആത്മപകർച്ചയില്ലാതെ വരണ്ട് ഉണങ്ങി ഒരു നനവ് പോലും ഇല്ലാതെ അതുപോലെ വരൾച്ചയിലാണ് സഹോദരങ്ങളെ. ഈ കഠിനമായ വരൾച്ചയിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. ആ വചനം ഒരിക്കൽ കൂടെ ഡിസ്പ്ലേ ചെയ്ത്, വരണ്ട ഭൂമിയിൽ, എല്ലാവരും ഒന്നിച്ച് വായിച്ച്, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. വരണ്ട ഭൂമിയിലാണ് ഈ ജലം. ഏതാ? ഇത് പരിശുദ്ധാത്മാഭിഷേകമാണ്. ഇത് ദൈവവചനത്തിന്റെ ജലമാണ്. വരണ്ട ഭൂമിയിൽ ജലമൊഴുക്കും, ഉണങ്ങിയ നിലത്ത് ഞാൻ അരുവികൾ ഒഴുക്കും. ഇത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ശക്തമായ ആത്മപകർച്ചയുടെ അനുഭവമാണ്. ആത്മപകർച്ചയുടെ അനുഭവമാണ്. ഉണങ്ങിയ നിലങ്ങളിൽ, വരണ്ട ഭൂമികളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. സ്തുതിക്കുന്നു. ഇന്നലെ രാത്രി കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ ഒരു വചനം തന്നെ ഉണർത്തുകയാണ്. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 6-7 വചനങ്ങൾ ഉണർവോടെ വായിച്ച്, നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച്. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ. നിങ്ങൾ ശ്രദ്ധാപൂർവം ഉത്സാഹിച്ചു വായിക്കണം, ഒന്നിച്ചു വായിക്കണം. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. എല്ലാവരും ഒരേ സ്വരത്തിൽ വചനം ഏറ്റു പറഞ്ഞേ. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. 10,000 ഒരു മനസ്സോട് ആത്മപകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകളിൽ, നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ സഭയിൽ ശക്തമായ ആത്മപകർച്ചയ്ക്കായി നമ്മൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും സഹോദരങ്ങളെ? വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. വരണ്ട് കിടക്കുന്ന നിലങ്ങൾ കൃപയുള്ളതായി മാറും. ആത്മീയ വരൾച്ചയുള്ള മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകം ഒഴുകപ്പെടും. സഹോദരങ്ങളെ, ആത്മപകർച്ചയിൽ ഏതാ സംഭവിക്കുന്നത്? ആത്മാവ് പകരപ്പെടുമ്പോൾ വരുന്ന മാറ്റമാണ്, റിസൾട്ടാണ്. ഇതിനു വേണ്ടിയ നമ്മൾ ഒന്നിച്ച് 21 ദിവസങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചത്. സഹോദരങ്ങൾ, ഇത് നിർത്തരുത്. ഇത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ഭാരം വരികയാണ്. ഇത് കർത്താവിന്റെ ഭാരം സഹോദരങ്ങളെ. നമ്മളൊരു മനസ്സോട് ഏറ്റെടുക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി 10,000 ഒന്നിച്ച് കർത്താവിന്റെ മുൻപിൽ കരങ്ങൾ വിരിച്ചാൽ ആ പ്രാർത്ഥന തള്ളിക്കളയുവാൻ കർത്താവിന് സാധിക്കുകയില്ല. ആ പ്രാർത്ഥനയ്ക്ക് നേരെ ചെവി അടയ്ക്കുവാൻ കർത്താവിന് കഴിയില്ല സഹോദരങ്ങളെ. വരണ്ട നിലങ്ങളിൽ അവൻ ഉറവകൾ പൊട്ടി തുറക്കും.
ഉറവകൾ തുറക്കും. വരണ്ട നിലങ്ങളിൽ വരണ്ട നിലങ്ങളിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. മരുഭൂമിയിലൂടെ, അപ്പൊ അതിനടുത്ത വചനം വായിച്ച്, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. അത്രമാത്രം ശക്തമായ ആത്മാവിന്റെ പകർച്ചയുണ്ടാകും. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സംഭവിക്കും. മരുഭൂമിയിൽ നദികൾ ഒഴുകും. മരുഭൂമിയിൽ നദികൾ ഒഴുകപ്പെടുമാറ് ഈ തലമുറയുടെ മേൽ ആത്മാവിന്റെ വർഷമുണ്ടാകും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തുതിക്കുന്നു. സഭയുടെ മേൽ ഇതുപോലൊരു പകർച്ചയുണ്ടാകും. 7-ാം വചനത്തിലോട്ട് വരിക. തപിച്ച മണലാരണ്യം, ബേണിംഗ് സാൻഡ്സ്. നമ്മളെ കത്തുന്ന മണൽ എന്നൊക്കെ പറയില്ല, നമ്മള് ചുട്ടുപൊള്ളുന്ന, ഇങ്ങനെ പഴുത്തിരിക്കുന്ന മണല്, അങ്ങനെയുള്ള മണലാരണ്യം ജലാശയമായി മാറും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. എന്റെ സഹോദരങ്ങളെ, ഈ മാറ്റങ്ങൾ എപ്പോഴാ സംഭവിക്കുന്നത്? ആത്മപകർച്ചയിൽ. ആത്മാവ് പകരപ്പെടുമ്പോൾ, പരിശുദ്ധാത്മ വർഷിക്കപ്പെടുമ്പോൾ ഈ അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. തപിച്ച മണലാരണ്യം ജലാശയങ്ങളായി മാറും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകപ്പെടും. സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ പ്രവർത്തികളെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ പ്രവചന വചനം നിങ്ങൾ വിശ്വസിക്കുന്നു. യുഗാന്ത സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ഈ തലമുറയ്ക്ക് വേണ്ടി കർത്താവേ, ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ നിന്ന് സ്വീകരിക്കുന്നു. ഈ കാലഘട്ടത്തിന് വേണ്ടി ഞങ്ങൾ ഈ പ്രവചന വചനങ്ങൾ ഏറ്റെടുക്കുന്നു. സ്തുതിക്കുന്ന കർത്താവേ. പ്രാർത്ഥിക്കാൻ സമർപ്പണമുണ്ടോ? നിങ്ങൾ മുന്നോട്ട് വാ സഹോദരങ്ങളെ. ശക്തമായ ആത്മപകർച്ചയുണ്ടാകും. ഞാനിത് ആവർത്തിച്ച് പറയുന്നതിന് കാരണം, കഴിഞ്ഞ കുറേ ദിനങ്ങളായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നു. ഒരു വലിയ റിവൈവൽ തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ തരികയാണ്. ലോകം മുഴുവനെയും ഉണർത്തുമാറ് പരിശുദ്ധാത്മാവിന് ശക്തമായൊരു ഇടപെടൽ സംഭവിക്കാൻ പോവാണ്. അതിനുവേണ്ടി ചില ജീവിതങ്ങളെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോവുകയാണ്. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വലിയ ആത്മപകർച്ചയുടെ കാലം. നാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ അത് പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളാണ്. സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. പ്രധാനമായും 4 ഉണർവുകൾ, 4 റിവൈവലുകൾ നമുക്കതിൽ കാണാം. ഒന്ന് ജെറുസലേമിലെ റിവൈവലാണ്. ജെറുസലേമിൽ സംഭവിച്ച റിവൈവൽ. രണ്ടാമത്തെ ഉണർവ് റിവൈവല് സമരിയായിൽ സംഭവിച്ച റിവൈവൽ ഉണർവാണ്. മൂന്നാമത്തെ റിവൈവല് കേസറിയായിൽ സംഭവിച്ച ഉണർവാണ്. 4-ാമത്തെ റിവൈവൽ എഫെസസിൽ സംഭവിച്ച റിവൈവലാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവുകൾ ഈ തലമുറയിൽ കർത്താവ് നൽകാൻ പോവാണ്. തൻ്റെ സഭയ്ക്ക് നൽകാൻ പോവാണ്. ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചോദിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയിലേക്കും വ്യക്തിപരമായി ഈ ഉണർവിൻ്റെ കാറ്റ് കർത്താവ് വീശാൻ പോവാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം വിളിച്ച് യേശുവേ എന്ന് സ്നേഹത്തോടെ വിളിച്ച് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, ദേശങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഒരുമിച്ച് വായിക്കണം. ഈ തലമുറയ്ക്ക് വേണ്ടി ഈ ആത്മപകർച്ചയുടെ ഈ പ്രോമിസ് നമ്മളിപ്പോൾ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കുക. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുക. ദേശങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കുമായി വേൾഡ് ഇവാഞ്ചലൈസേഷനായി ഈ പ്രോമിസ്, ഈ വാഗ്ദാനം വിശ്വസിച്ച് ഏറ്റെടുക്കുക. കർത്താവിൽ ഏറ്റെടുക്കുക. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ഇത് ജെറുസലേമിൽ റിവൈവലാണ്. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു.
അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. 4-ാം വചനം, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഉച്ചത്തിൽ പറഞ്ഞ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ശക്തമായൊരു ആത്മപകർച്ചയുണ്ടായി. പരിശുദ്ധ അമ്മ മാതാവിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ ശിഷ്യ സമൂഹത്തിന് മേൽ ആത്മപകർച്ചയുണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പെന്തക്കോസ്തയുടെ തീ അവരിൽ കത്തി. ആത്മാവിന്റെ കാറ്റ് അവരുടെ മേൽ വീശിയടിച്ചു. അവർ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഇതുപോലെ താഴമേറിയ അനുഭവം ഈ നാളുകളിൽ തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ നൽകുകയാണ്, തന്റെ കുടുംബങ്ങൾക്ക് നൽകുകയാണ്. അതിനായി ആരെല്ലാം വില കൊടുക്കുന്നുവോ, തങ്ങളുടെ ജീവിതങ്ങളെ സജ്ജമാക്കുന്നുവോ, അവർക്കെല്ലാം ഈ അനുഭവം പരിശുദ്ധാത്മ കൊടുക്കുകയാണ്. ഇത് ആത്മപകർച്ചയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 4:31 വരിക. വീണ്ടും ശിഷ്യന്മാർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു, ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അവർ പരിശുദ്ധാത്മാവിൽ വീണ്ടും ഒരു ആത്മപകർച്ച ഉണ്ടാവുകയാണ്. ഒരു പ്രാവശ്യം പകർച്ചയുണ്ടായത് അത് നിലച്ചു പോകുന്നില്ല, വീണ്ടും വീണ്ടും പകരുകയാണ്. കർത്താവ് വീണ്ടും തന്റെ ആത്മാവിനെ പകരുകയാണ്, വീണ്ടും പകരുകയാണ്, വീണ്ടും പകരുകയാണ്. ഇതുപോലത്തെ ഒരു പകർച്ച നമ്മൾ പ്രാപിക്കണം സഹോദരങ്ങളെ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലത്തെ ഒരു അഭിഷേകം പ്രാപിക്കുന്നില്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഈ പാപം മ്ലേച്ഛതകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നാം മുഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കൃപയിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അതിന് മറികടക്കുന്ന ഒരു ആത്മശക്തി നമുക്ക് വേണം സഹോദരങ്ങളെ. അത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മ അഭിഷേകം കൂടിയേ തീരൂ, ആത്മാവിന്റെ സഹായം കൂടിയേ തീരൂ. അവരിൽ വീണ്ടും ആത്മാവിന്റെ പകർച്ചയുണ്ടായി. നിങ്ങൾ സമരിയായിൽ ഉണർവിലോട്ട് വന്ന്, സമരിയായിലെ റിവൈവൽ, അവിടെ പീലിപ്പോസ് എന്ന് പറയുന്ന ഒരു അൽമായ ശുശ്രൂഷകൻ, കുടുംബസ്ഥനാണ്. ചില അൽമായരിലൂടെ ശക്തമായ വിധത്തിൽ തന്റെ സഭയിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പോവുക. തന്റെ സഭയിൽ കാലഘട്ടത്തിന് അഭിഷേകം നൽകി ചില അൽമായ ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഇത് വെറും വാക്ക് പറയല്ല, ഇത് ആത്മാവിന്റെ ആലോചനയാണ്. ചില അൽമായ ശുശ്രൂഷകളിലൂടെ തന്റെ സഭയ്ക്ക് വീണ്ടും പരിശുദ്ധാത്മ പുതുജീവൻ കൊടുക്കും, പുതിയ ഉണർവ് കൊടുക്കും. അൽമായരുടെ മാത്രമല്ല, വൈദികർ, സമർപ്പിതർ. പക്ഷെ അതിൽ അൽമായർക്കും ഒരു മുഖ്യ പങ്കാളിത്തം പരിശുദ്ധാത്മ നൽകുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ ഇനി വരാൻ പോകുന്നത്. ഈ പീലിപ്പോസിന് മേൽ വെളിപ്പെട്ടതുപോലൊരു അഭിഷേകം, പീലിപ്പോസിന് മേൽ പകരപ്പെട്ടതുപോലൊരു അഭിഷേകം കേരള സഭയിലുള്ള പല അൽമായരുടെ മേലും കർത്താവ് പകരും, ശുശ്രൂഷകളുടെ മേൽ പകരും. ആരെല്ലാം വിശ്വസ്തയോടെ കർത്താവിനെ ചതിക്കാതെ അവിടത്തോട് ചേർന്ന് ജീവിക്കുന്നുവോ, അവരുടെ മേൽ ഈ അഭിഷേകം ഒഴുകും. ഭർത്താവും ഫിലിപ്പോസ്, അവന് ഭാര്യയും 4 പെൺമക്കളുണ്ടായിരുന്നു. അവരപ്പനായിരുന്നു, അപ്പൊരു ഭർത്താവായിരുന്നു, നല്ലൊരു കുടുംബസ്ഥനായിരുന്നു. ആത്മായ ശുശ്രൂഷകനിലൂടെയാണ് പരിശുദ്ധാത്മ പ്രവർത്തിച്ചത്. സമരിയായിലെ പട്ടണത്തിൽ ചെന്ന് ഫിലിപ്പോസ് എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 5-6 വചനങ്ങൾ ശ്രദ്ധിച്ചു വായിച്ച്, 5 മുതലുള്ള വചനങ്ങൾ. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം ഒരുമിച്ച് വായിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. 7-ാമത്തെ വചനം പറയുന്നു. 7-ാമത്തെ വചനം, എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. ജനത്തിന് മേൽ ആത്മാവ് ഇറങ്ങി, ജനം ആത്മപകർച്ചയിലായി. അനേകം തറവാത രോഗികളും മുടന്തന്മാരും സൗഖ്യം പ്രാപിച്ചു. അത്ഭുത രോഗശാന്തികൾ, ആഴമേറിയ മാനസാന്തരങ്ങൾ,
അത്ഭുത വിമോചനങ്ങൾ. ജനത്തിന് മേൽ ആത്മാവ് ഇറങ്ങി, ജനത്തിന് മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി, ജനം ആത്മപകർച്ചയിലായി. വലിയ ഡെലിവറൻസുകൾ സംഭവിച്ചു, ഹൃദയങ്ങൾ തുറക്കപ്പെട്ടു, കഠിനപാപികൾ മാനസാന്തരപ്പെട്ടു, അത്ഭുത രോഗശാന്തികൾ സംഭവിച്ചു. 8-ാം വചനം പഠിപ്പിക്കുന്ന അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. സഹോദരങ്ങളെ, ഇതുപോലത്തെ ഒരു പകർച്ചയെ നമുക്ക് ആവശ്യം, ഇതുപോലത്തെ ഒരു പകർച്ചയെ നമുക്ക് ആവശ്യം. നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായ ആത്മാവിന്റെ പകർച്ച വേണ്ടേ? എത്ര പേര് ഈ ആത്മപകർച്ചയ്ക്കായി ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ശക്തമായ ആത്മപകർച്ചയ്ക്കായി എത്ര പേര് ആഗ്രഹിക്കുന്നു? നമ്മുടെ തലമുറകളിൽ ഈ പകർച്ച വേണ്ടേ? നമ്മുടെ സമൂഹങ്ങളിൽ ഈ പകർച്ച വേണ്ടേ? നമ്മുടെ സഭയിൽ ഈ ശക്തമായ ആത്മപകർച്ച വേണ്ടേ? ആഗ്രഹിച്ച് ഒരിക്കൽ കൂടെ വിളിച്ച പരിശുദ്ധാത്മാവേ, വിളിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനെ, ഉണർവഹിക്കണമേ, ശക്തമായ ഒരു പകർച്ച നൽകണമേ. ആത്മാവിന്റെ പകർച്ച, ദൈവവചനത്തിന്റെ പകർച്ച, കൃപയുടെ പകർച്ച കുടുംബങ്ങൾക്ക് നൽകണമേ, തലമുറകൾക്ക് നൽകണമേ, തിരുസഭയ്ക്ക് നൽകണമേ. കരമുയർത്തി ഒറ്റ വിളി, യേശുവേ. കരങ്ങളടിച്ച് ഉണർവോടെ പാടി പ്രാർത്ഥിച്ച് അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആഗ്രഹിച്ച മക്കളെ, ദാഹിച്ച് ശക്തമായ ഒരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ ആത്മപകർച്ചയിൽ നിറയുവാൻ, നമ്മുടെ സഭ മുഴുവന്റെ മേലും ശക്തമായ പരിശുദ്ധാത്മ പകർച്ചയുണ്ടാകുവാൻ, നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ തലമുറകൾ, സമർപ്പിത സമൂഹങ്ങൾ ആത്മപകർച്ചയിൽ നിറയുവാൻ ആഗ്രഹിച്ചൊരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. പ്രാർത്ഥന സ്വീകരിക്കണമേ, ആത്മാവിനെ പകരണമേ, ആത്മാവിനെ പകരണമേ, ദേശങ്ങളിലേക്ക് പകരണമേ, കുടുംബങ്ങളിലേക്ക് പകരണമേ, സമൂഹങ്ങളിലേക്ക് പകരണമേ, ലോകം മുഴുവന്റെ മേലും പകരണമേ. സ്തുതിക്കുന്നു. ആമേൻ. വലിയ പകർച്ച, വലിയ പകർച്ച, വലിയ പകർച്ച. ഈ തലമുറയ്ക്കുള്ള ഉത്തരം, ഈ തലമുറയ്ക്കുള്ള ഉത്തരം ആത്മാവിന്റെ പകർച്ചയാണ്. നമ്മുടെ സഭ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആത്മപകർച്ചയാണ്, ആത്മാവിന്റെ പകർച്ചയാണ്. പരിശുദ്ധാത്മ വർഷമാണ്, പരിശുദ്ധാത്മാവിന്റെ പിന്മഴയാണ്. ആമേൻ, 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 ആമേൻ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശ്വാസേ പിതാവേ, സകല വിശുദ്ധരെ, ഈ ആത്മപകർച്ചയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ജീസസ്, ജീസസ്. പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേൽ ഇറങ്ങി വന്നു, ജനത്തിന്റെ മേൽ ആത്മാവ് ഇറങ്ങി. വലിയ രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, ഡെലിവറൻസുകൾ, അനുതാപം. സാത്താൻ കോട്ടകൾ തകർന്നു വീണു. 8-ാം അധ്യായം 17 അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി. അവർ ആത്മപകർച്ചയിൽ പൂരിതരായി, ആത്മാവ് പകരപ്പെട്ടവരിലേക്ക്.
സഹോദരങ്ങളെ, ഇതല്ലേ നമുക്കിന്ന് ആവശ്യം? നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം, നമ്മുടെ സഭയ്ക്ക് ആവശ്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, യുവജനങ്ങൾക്ക് ആവശ്യം ഈ ആത്മപകർച്ചയാണ്. മനസ്സിലാകുന്നവർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. വീണ്ടും നിങ്ങൾ കേസറിയായിൽ ഉണർവിലോട്ട് വരിക. കേസറിയായിൽ റിവൈവൽ, വിജാതിയുടെ പെന്തക്കുസ്ത എന്നാണ് അത് അറിയപ്പെടുന്നത്. കൊർന്നേലിയൂസിന്റെ ഭവനത്തിൽ വചനം കേൾക്കാൻ ജനം വന്നിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 33-34 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചേ. അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയച്ചു, നീ സൗമനസ്യത്തോടെ ഇവിടെ വരികയും ചെയ്തു. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും സന്നിഹിതരായിരിക്കുന്നു. വചനം കേൾക്കാൻ കൊതിപൂർവം ആഗ്രഹത്തോടെ വന്നിരിക്കുകയാണ്. 34-ാമത്തെ വചനം, പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. വചനം പറയാൻ തുടങ്ങി, വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകിയ ഏതൊരു ഉണർവിലും മുഖ്യ സ്ഥാനം ദൈവവചനത്തിനുണ്ട്. ദൈവവചനത്തിന് സവിശേഷമായൊരു സ്ഥാനമുണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് നൽകിയ ഏതൊരു ഉണർവിലും ദൈവവചനം മുഖ്യ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. വചനം പ്രഘോഷിക്കപ്പെടുകയാണ്, അപ്പോഴാണ് ഉണർവുണ്ടാകുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിയണം. നമ്മളൊരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ വചനം ഭക്ഷിക്കണം, കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കണം, വചനത്തിൽ ജീവിക്കണം, വചനത്തിൽ വിശ്രമിക്കണം. വചനം വായിച്ച് നമ്മൾ കൃപ സ്വീകരിക്കണം. സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വ്യവസ്ഥയാണ്, മറന്നു പോകരുത്. ഇതൊരു വ്യവസ്ഥയാണ്. വചനത്തെ സ്നേഹിക്കുന്നവർക്ക് ആത്മപകർച്ചയുണ്ടാകും. വചനത്തെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാ അനോയിന്റിംഗ്, അഭിഷേകം ഉണ്ടാകും. വചനത്തെ സ്നേഹിക്കുന്നവർക്ക് ആത്മ നടത്തിപ്പുണ്ടാകും. വചനത്തെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മ നിറവ്, ആത്മ നിറവുണ്ടാകും. ഇനി 44-ാം വചനത്തിലോട്ട് നിങ്ങൾ വന്നേ. വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, അതിന് തുടർച്ചയാണ് ഈ വചനം. പത്രോസ് ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മ വന്നു, അവിടെ പകർച്ചയുണ്ടായി. അതാണ് ഈ പകർച്ച എന്ന് പറയുന്നത്. വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ആത്മപകർച്ചയിലായി. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ ഇറങ്ങി വന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ജനം മുഴുവൻ പരിശുദ്ധാത്മാവിലായി, ജനമാത്മാവിലായി. 46-ാമത്തെ വചനം പറയുന്നു, 10-46. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. ആത്മപകർച്ചയുണ്ടായപ്പോൾ ജനം പുതുഭാഷകൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജനം പരിശുദ്ധാത്മാവിലായി, അവർക്ക് പരിശുദ്ധാത്മ അനുഭവം ഉണ്ടായി. അവർ ഉച്ചത്തിൽ ദൈവത്തെ പുതുഭാഷകളിൽ അവരെ സ്തുതിക്കാൻ തുടങ്ങി. എല്ലാവരും അത് കേട്ടു എന്ന് പറയാണ്. അങ്ങനെ കേസറിയായിൽ വലിയ റിവൈവൽ ഉണ്ടായി. ഇത് കേരള സഭയിൽ ഇനി വീണ്ടും സംഭവിക്കണം, വീണ്ടും ശക്തിയോടെ വെളിപ്പെടണം. നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടണം, നമ്മുടെ സമൂഹങ്ങളിൽ വെളിപ്പെടണം, നമ്മുടെ ദേശങ്ങളിൽ, നമ്മളായിരിക്കുന്ന രാജ്യങ്ങളിൽ വീണ്ടും ഈ ആത്മപകർച്ച സംഭവിക്കണം. ഇതിലേക്ക് സഭ തിരിച്ചു വരണം സഹോദരങ്ങളെ. ഇനി എഫെസസിലെ റിവൈവൽ, എഫെസസിലെ ഉണർവ്, അത് പൗലോസ്ലീഹയുടെ കരങ്ങളിലൂടെയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 1-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. അപ്പോളോസ് കൊറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫെസസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. 2-ാമത്തെ വചനം വായിച്ച്. ആ ശിഷ്യരെ കണ്ടപ്പോൾ പൗലോസിൽ എന്ത് ചോദിച്ചു? അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. അത് ആലോചിച്ചത് നിങ്ങൾ, പരിശുദ്ധാത്മാവ് എന്താണെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. ഈ സമയത്ത് പൗലോസ്ലീഹ പറഞ്ഞു, 5-ാമത്തെ വചനം, അവർക്ക് വചനം കൊടുക്കുകയാണ്, അവർ യേശുവിൻ്റെ രക്ഷയിലേക്ക് നയിക്കുകയാണ്. അവർ ഇത് കേട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. 6-ാമത്തെ വചനം വായിച്ച്.
പൗലോസ്ലീഹ അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആത്മപകർച്ചയുണ്ടായി. ആത്മാവ് പകരപ്പെട്ടു. കൈവെപ്പിലൂടെ ആത്മാവ് പകരപ്പെട്ടു. വചന കേൾവിയിലൂടെ ആത്മാവ് പകരപ്പെട്ടു. പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ ആത്മാവ് പകരപ്പെട്ടു. അപ്പൊ ആത്മപകർച്ചയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഉത്സാഹപൂർവ്വം ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, പൗലോസ്ലീഹ അവരുടെ മേൽ കരങ്ങൾ വെച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ ആത്മപകർച്ചയിലായി. അവർ ഭാഷാപരത്തിൽ പുതുഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെ പൗലോസ്ലീഹ 2 മാസം അവിടെ താമസം. 2 മാസം 2 വർഷം. 19:10 വായിച്ച് 2 വർഷം അവിടെ താമസിച്ച് നിരന്തരം വചനം പ്രസംഗിച്ചു. ഇത് 2 വർഷത്തേക്ക് തുടർന്നു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും പറഞ്ഞേ, ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, ഒരിക്കൽ കൂടെ പറഞ്ഞേ, എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേട്ടു. ദൈവത്തിന്റെ വചനം ശക്തമായി പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടെ ആത്മാവിന്റെ പകർച്ചയുണ്ടാവും, ആത്മപ്രവൃത്തി ഉണ്ടാവും. ഇപ്പോൾ ഈ വചനം ആരെല്ലാം വിശ്വസിച്ച് കൃപയോടെ കേട്ടുകൊണ്ടിരിക്കുന്നുവോ അവരുടെ മേൽ ആത്മപകർച്ച സംഭവിക്കുന്നുണ്ട്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നീടുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കണം. ഒരു വലിയ പരിശുദ്ധാത്മ ഇടപെടലുകളാണ് പിന്നെ സംഭവിക്കുന്നത്. അസാധാരണമായ യുദ്ധത്തിൽ പരിശുദ്ധാത്മാവ് ജനത്തിൽ പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. അതിന് അവസാനം എന്താ സംഭവിച്ചേ? 19:20 വായിച്ചേ നിങ്ങൾ. 19:20. അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഉണർവ് സംഭവിക്കുന്നതാ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കും. ജനലക്ഷങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരും. വചനത്തിന് ശക്തി അനുഭവിക്കും. ഒരു വചനം ഭക്ഷിക്കും, വചനം ജീവിക്കും, ഒരു വചനത്തിന് സാക്ഷികളാകും. എപ്പോഴാണ് സംഭവിക്കുന്നത്? ആത്മപകർച്ചയുണ്ടാകുമ്പോൾ, ആത്മാവിന്റെ പകർച്ചയുണ്ടാകുമ്പോൾ. ഓ ജീസസ്, ഞാനത് അനുഭവിക്കുക സഹോദരങ്ങളെ. ആത്മാവിന്റെ പകർച്ചയുണ്ടാകുമ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുകയാണ്, ഈ റിസൾട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അവസാനമായി ഈ പകർച്ചയുണ്ടാകാൻ നമ്മൾ കോമണായി നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഒരുപോലെ കാണുന്നൊരു കാര്യം പരിശുദ്ധാത്മ നൽകിയ ഉണർവുകളിൽ നമ്മൾ കാണുന്ന ഒരുപോലത്തെ കാര്യമാണ്. ഒന്ന്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കണം, വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, കുടുംബമായി പ്രാർത്ഥിക്കണം, കൂട്ടായ്മയായി ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം, റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനായിരിക്കും, നമ്മുടെയൊക്കെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിൽ ഉണർവുണ്ടാകണേ, കുടുംബങ്ങൾക്ക് ഉണർവ് തരണം. ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താ? ആത്മപകർച്ചയാണ്. തൻ്റെ ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് തന്നെ പകരുന്നതാണ് റിവൈവൽ. ആത്മാവിൻ്റെ പകർച്ചയാണ് ഉണർവ്. ഉണർവ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സാധനം ചിന്തിക്കരുത്. അത് ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, ആത്മസാന്നിധ്യമാണ്, ആത്മപകർച്ചയാണ് റിവൈവൽ, ഉണർവ്, നവീകരണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കണം, ദേശങ്ങളിൽ സംഭവിക്കണം, നമ്മുടെ സഭയിൽ ഉണ്ടാകണം, ലോകരാജ്യങ്ങളിൽ സംഭവിക്കണം, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ഈ ആത്മപകർച്ച, അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലപ്രവർത്തനം 1:14 കാണുന്നില്ല, അവർ ഏക മനസ്സായി യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ ഏക മനസ്സോടെ അവര് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന സമൂഹത്തിലേക്കാണ് ആത്മാവിന്റെ പകർച്ചയുണ്ടായത്, ഏക മനസ്സോടെ. അപ്പൊ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നോമ്പ് കാലത്ത്, ഈ തപസ് നാളുകളിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. 21 ദിവസത്തെ ശുശ്രൂഷ ഇന്നിവിടെ തീരുമ്പോൾ ഈ പ്രാർത്ഥന നിർത്തരുത്. സഭയിൽ വലിയ റിവൈവൽ ഉണ്ടാകാൻ, ആത്മാവിന്റെ പകർച്ചയുണ്ടാകാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, മക്കളിൽ, യുവജനങ്ങളിൽ, നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ ഈ ആത്മാവിന്റെ വലിയ പകർച്ചയുണ്ടാകാൻ തുടർച്ചയായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ദൈവവചനത്തോടുള്ള സ്നേഹവും വചനത്തോടുള്ള തുറവിയും, വചനം ഭക്ഷിച്ച് വചനം ജീവിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹവും.
സമരിയ ഉണർവിലാണെങ്കിലും, കേസറിയായിൽ സംഭവിച്ച റിവൈവലാണെങ്കിലും, ജെറുസലേമിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിലാണെങ്കിലും, അവിടെയെല്ലാം ദൈവവചനത്തിന് വലിയ സ്ഥാനമുണ്ട്. ദൈവത്തിൻ്റെ വചനം അഭിഷേകത്തോടെ പ്രഘോഷിക്കപ്പെട്ടപ്പോഴാണ് ജനത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ പകർച്ചയുണ്ടായത്. അവിടെ ദൈവവചന ശുശ്രൂഷകൾ മുടക്കരുത്. എന്തുമാത്രം സഭയിൽ വചനപ്രഘോഷണങ്ങൾ ശക്തമാകുന്നുവോ അത്രമാത്രം സഭയിൽ കൃപ വർദ്ധിക്കുകയാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തുമാത്രം ഞാൻ വചനത്തെ സ്നേഹിക്കുന്നുവോ, ഞാൻ വചനം ഭക്ഷിക്കുന്നുവോ, ഞാൻ വചനത്തിൽ ജീവിക്കുന്നുവോ അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ കൃപ വർദ്ധിക്കുകയാണ്. ആത്മസാന്നിധ്യം വർദ്ധിക്കുക എൻ്റെ കുടുംബത്തിൽ വർദ്ധിക്കുന്നു, എൻ്റെ സമൂഹത്തിൽ വർദ്ധിക്കുന്നു, എൻ്റെ ഇടവകയിൽ വർദ്ധിക്കുന്നു, എൻ്റെ സഭയിൽ വർദ്ധിക്കുന്നു. വചനത്തോട് ആഴമേറിയ സ്നേഹം ഉണ്ടാവണം. വചനത്തെ നമ്മൾ ചങ്കായി ചേർത്ത് പിടിക്കണം, വചനത്തിൽ ജീവിക്കണം. മൂന്നാമത് അതിൽ വേണ്ടത് ഐക്യതയാണ്, കൂട്ടായ്മയുണ്ടാവണം സഹോദരങ്ങളെ. ഈ ഭിന്നതയും അനൈക്യവും വിഭാഗീയത ഉള്ളിടത്തേക്ക് പരിശുദ്ധാത്മ, അതാണ് അനേക കുടുംബങ്ങളിൽ നിന്ന് നശിക്കുന്നത്. ഇടവക സമൂഹങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. നമ്മുടെ സഭയിൽ പോലും പല വിധത്തിൽ ശിഥിലീകരണങ്ങൾ സംഭവിക്കുന്നു. കാരണം എന്താ? അനൈക്യമുള്ളിടത്ത് പരിശുദ്ധാത്മ വിട്ടുപോകും. പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കൂട്ടായ്മയുടെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് യൂണിറ്റിയാണ് ഹോളി സ്പിരിറ്റ്. അപ്പം ആത്മാവിൻ്റെ പകർച്ച വേണമെങ്കിൽ നമുക്കൊരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാവണം, ഒരു ഒന്നിപ്പിന് അനുഭവം ഉണ്ടാവണം, ഒരു ഹൃദയ ഐക്യത ഉണ്ടാവണം. ഒരു കുടുംബത്തിലുള്ളവർ ഒരു ഹൃദയ ഐക്യത ഉണ്ടാവണം. ഒരു ഇടവകയിലുള്ളവർ അവർ അങ്ങനെ നമ്മളെന്താ പറയുക, പല അവിടെ ഗ്രൂപ്പ് കളികൾ, അവിടെ ഇതൊന്നും പൊളിറ്റിക്സ്, അതൊക്കെ നമ്മളെ നശിപ്പിക്കും. അവിടെ ഒരു ഹൃദയ ഐക്യതയുണ്ടാവണം. നമ്മുടെ മിനിസ്ട്രികളിൽ ഐക്യതയുണ്ടാകണം. അപ്പോസ്തല പ്രവർത്തനം 2:1 പെന്തക്കോസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ചുകൂടി ഒരുമിച്ചാണ്. അവരൊരു ഐക്യത്തിലാണ്, ഒരു കൂട്ടായ്മയിലാണ്. ആ കൂട്ടായ്മയിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അവിടെ ആത്മാവിൻ്റെ പകർച്ചയുണ്ടായി, അവിടെ റിവൈവൽ ഉണ്ടായത്. അപ്പോൾ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാവശ്യമായൊരു സമർപ്പണം, പ്രതിബദ്ധത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഹോദരങ്ങളെ, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം.